ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ സങ്കല്പിച്ചോ? അതാണല്ലോ സമ്മതിക്കേണ്ടത്. അങ്ങനെ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാൽ ഞാൻ പറയുന്നു, അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി തന്ന് ഹദീസ് ഓതി തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങളത് ഉറക്കെ പറയുന്നു. ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഞങ്ങളെങ്ങനെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു. ഒരു തെറ്റ് പറ്റിയ ഖുർആൻ എന്താ പറഞ്ഞത്? തെറ്റാണ്, സമ്മതിച്ചോട്ടെ. ഇനിയിപ്പോ വേറെ സംഗതി ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റിയെന്നല്ലാതെ ജംഇയ്യത്തുൽ ഉലമക്ക് തെറ്റിയെന്ന് എവിടെ? ഞങ്ങളെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റി, അനസിന് തെറ്റി, ഹനീഫിന് തെറ്റിയെന്നല്ലാതെ ജംഇയ്യത്തുൽ ഉലമക്ക് തെറ്റി എന്ന് തെളിയിക്കാൻ നട്ടലുള്ള ആരെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് അനസും ഹനീഫയും അവരെ വിളിക്കുന്നു, വരൂ, നിങ്ങളെ തെളിയിച്ചു തരൂ, ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വാദം തെറ്റാണ് എന്ന് അള്ളാന്റെ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന നട്ടലുള്ള ആരെങ്കിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ നേരിടാൻ തയ്യാറാണ്. അള്ളാന്റെ ആയത്ത് കൊണ്ട് ഹദീസ് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ജബ്ബാർ മൗലവി അടക്കമുള്ള ആളുകളെ ആ വിഷയത്തിൽ ഞങ്ങൾ നേരിടാൻ സംവദിക്കാൻ അവരെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ